പത്മജ ക്യാമ്പയിന് വരികയാണ് 9-ാം തീയതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പത്മജ ക്യാമ്പയിൻ ഇറങ്ങിയാൽ എന്ത് സംഭവിക്കും? പത്മജ ക്യാമ്പയിൻ ഇറങ്ങിയാൽ ഒന്നും സംഭവിക്കില്ല. ഇപ്പോഴൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ തന്നെ ഒരു ഭാഗത്തുനിന്നും ഭാരവാഹികൾ പാർട്ടി വിട്ടു പോയിട്ടില്ല. ഏതാനും ചില ആളുകൾ ഇപ്പോൾ പോയി എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധമുള്ളവരല്ല. അവർ ചില എന്താ പറയേണ്ടത്, ചില ഡീലുകൾ BJP നേതാക്കന്മാരുമായിട്ട് നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ചില ആളുകൾ പാർട്ടി വിട്ടു പോയത്. അത് പത്മജ കോൺഗ്രസ്സിൽ ഉണ്ടെങ്കിൽ അവർ പോയേനെ. പത്മജയുടെ കെയർ ഓഫിൽ ആരും കോൺഗ്രസ് വിട്ടു പോയിട്ടില്ല. ഒരു പേഴ്സണൽ ചോദ്യം, ഈ വിവാദങ്ങൾക്ക് ശേഷം എപ്പോഴെങ്കിലും പത്മജയെ വിളിച്ചു? ഇല്ല, അതിന് ശേഷം ഞങ്ങൾ തമ്മിൽ ഒരു കോൺടാക്റ്റും ഉണ്ടായിട്ടില്ല. ഒരു കോൺടാക്റ്റും പത്മജ ഇങ്ങോട്ടും വിളിക്കാൻ ശ്രമിച്ചിട്ടില്ല? ഇല്ല, അതെനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങോട്ട് വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയില്ല. മൊബൈൽ ഫോണിൽ മിസ്ഡ് കോൾ ഞാൻ ഈ പോകുന്നു അറിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് തവണ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഫോൺ കോൾ ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ തീരുമാനം എടുത്തു കഴിഞ്ഞു. കാരണം എന്തിനാണ്, അപ്പോൾ എന്നോട് തലേദിവസം വിളിച്ചപ്പോൾ പോലും ഇങ്ങനൊരു സൂചന, എന്താ കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണെങ്കിലും എന്നോടൊരു സൂചന പോലും ഈ പോകാൻ തീരുമാനിച്ചതിൻ്റെ തലേദിവസം പോലും എന്നോട് അക്കാര്യം പറഞ്ഞിട്ടില്ല. കാരണം പാർട്ടിയുടെ ദൗർബല്യങ്ങളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല, ഒരേ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർ പാർട്ടിയുടെ ദൗർബല്യവും ശക്തിയൊക്കെ ചർച്ച ചെയ്യാറുണ്ടല്ലോ. അങ്ങനെ ചർച്ച ചെയ്യുന്നതല്ലാതെ ഇങ്ങനെ പാർട്ടി വിടുന്നോ BJPയിലേക്ക് പോകുമെന്നോ ഒരു സൂചന പോലും എനിക്ക് കിട്ടിയില്ല. ഒറ്റ ചോദ്യം കൂടി, ഇപ്പോൾ പത്മജയുടെ കാര്യത്തിൽ അത് സംഭവിച്ചു. പക്ഷെ അങ്ങയെക്കുറിച്ച് BJP നടത്തുന്ന പ്രചരണം, ഞങ്ങൾ മുരളീധരനെതിരെ ഒന്നും പറയില്ല. ശോഭാ സുരേന്ദ്രൻ ഒരു പടി കൂടി കടന്ന് പറഞ്ഞത് മുരളീജി എന്ന് വിളിക്കേണ്ടി വരും എന്നാണ്. ഞാൻ എൻ്റെ സ്റ്റാൻഡ് വളരെ ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് ഇന്ന് വരെ കിട്ടിയ എല്ലാ സ്ഥാനങ്ങളും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കിട്ടിയതാണ്. ഞാൻ 4 തവണ ലോക്സഭാ അംഗമായി, 2 തവണ നിയമസഭാ അംഗമായി, നിരവധി തവണ പാർട്ടി മത്സരിക്കാൻ കഴിഞ്ഞു. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ ഇന്ന് പാർട്ടി വിട്ടു പോകേണ്ട യാതൊരു സാഹചര്യവുമില്ല. ഇന്ന് എന്നുള്ളതിനൊരു ഒരു എംഫസിസ് ഇന്നും നാളെയും ആവശ്യമില്ല. കാരണം ഇനി നാളെ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഞാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെ വന്നാൽ പാർട്ടിയിൽ നിന്നും ഒരു അവഗണന ലഭിക്കുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പൊളിറ്റിക്കൽ റിട്ടയർമെൻറ്റാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദാറ്റ്സ് എ വെരി സ്ട്രോങ് സ്റ്റേറ്റ്മെൻറ്റ്. പാർട്ടിയിൽ നിന്നും തനിക്കിനി സ്ഥാനമാനങ്ങൾ കിട്ടിയില്ലെങ്കിൽ രാഷ്ട്രീയമായി വിശ്രമ ജീവിതത്തിലേക്ക് പോകും, പൊളിറ്റിക്കൽ റിട്ടയർമെൻറ്റിലേക്ക് പോകും. മുരളീധരൻ അവിടെയും നിലപാടുകളുമായി ഉണ്ടാവും. ദാറ്റ്സ് എ ബോൾഡ് സ്റ്റേറ്റ്മെൻറ്റ് സർ, ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. ഒരു പൊളിറ്റിക്കൽ റിട്ടയർമെൻറ്റ് ആയിരിക്കും BJPയിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് എന്ന ഒരു ബോൾഡ് സ്റ്റേറ്റ്മെൻറ്റാണ് മുരളീധരൻ്റേത്. താങ്ക്സ് എ ലോട്ട്. ഒട്ടേറെ കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തി ഈ പ്രഭാതത്തിൽ. തിരക്കുണ്ടെന്ന് എനിക്കറിയാം. ഈ ചൂടിനെയൊക്കെ എങ്ങനെ പ്രതിരോധിക്കാൻ പോകുന്നു? ചൂടാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രയാസം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് അതുമായിട്ടൊരു താതാത്മ്യം പ്രാപിച്ച രീതിയാണ്. ചൂട് നിന്ന് ധാരാളം വെള്ളം കുടിക്കുക. സാധാരണ തെരഞ്ഞെടുപ്പിൽ വെള്ളം കുടിക്കുന്നത് കുറവായിരിക്കും അല്ലേ? തെരഞ്ഞെടുപ്പിൽ വെള്ളം കുടിക്കില്ല, പക്ഷേ ഈ കാലാവസ്ഥയിൽ വെള്ളം കുടിച്ചേ മതിയാവും. കൃഷിയിലേക്ക് മനുഷ്യൻ തളർന്നു വീണു പോകും. താങ്ക് യു ശ്രീ KM നമുക്കൊപ്പം ചേർന്നതിൽ. അപ്പോൾ നമ്മളുടെ യാത്ര തുടരുകയാണ്. മുരളീധരനുമായി നമ്മൾ സംസാരിച്ചു. വളരെ പ്രധാനപ്പെട്ട ചില ബ്രേക്കിംഗ് പോയിന്റുകൾ അദ്ദേഹം നമുക്ക് നൽകുകയും ചെയ്തു. താങ്ക്സ് എ ലോട്ട് സർ. താങ്ക് യു.